السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا مولانا محمد عبده ونبيه ورسوله النبي الأمي وعلى آله وصحبه وسلم تسليما مقدار الله ذاته في كل وقت وحين. أما بعد، بسم الله الرحمن الرحيم. الذين آمنوا اشتدوا حبا لله، صدق الله المولانا العظيم. والله في عون العبد ما كان العبد في عون أخيه ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, മഹാനായ അബൂ ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു ചൊല്ലി പാവത്തങ്ങളെ പ്രസവിക്കുന്നു. പാവത്തങ്ങളെ കൊണ്ട് ഭൂമിയിൽ എല്ലാവർക്കും പാവത്തങ്ങളെ കൊണ്ടെന്നൊരു അള്ളാഹു തൻ്റെ നിയമത്തിൽ എത്ര പാതിഭാഗ നിയമത്തുണ്ട് പാവത്തങ്ങളെ കൊണ്ടേ അള്ളാഹു തണ്ട്. അതുകൊണ്ട് പാവത്തങ്ങളെ നല്ല പ്രസവിക്കണം. വലിയ ടേസ്റ്റ് ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ഓരോ ഇബാത്ത് നല്ല വേറെ പൈസക്കാരെ കാട്ടി യാറെ കൂലിയങ്ങും അള്ളാഹു അങ്ങനെ ഇബാത്ത് പൈസക്കാർ ഇബാത്ത് അങ്ങനെ ഇബാത്ത് ഒരേപോലെ അല്ല. അങ്ങനെ ഇബാത്ത് ബറാബരി യാറ കൂലി സമ്പലങ്ങും. പിന്നെ ബട പാവത്തോണ് എന്തിനാവട്ടെ ആശയായിട്ടാണ് ഒന്നും എടുക്കുവായില്ല. അത് ഇതെടുക്കണോ ഇതെടുക്കണോ അതാ തിന്നണോ തിന്നണോ ആശ പൈസ ഇല്ല ആയെങ്കിൽ അതൊക്കെ അവനക്ക് അത് എടുത്ത കൂലി അവിടുത്തെ എത്രമേ അവനക്ക് കൂലി ഉണ്ടു അത്രമേ അവനക്ക് എന്തെല്ലാം ആശപ്പെട്ടാന്ന് അത് വേണമെന്നില്ല ഇത് വേണമെന്നില്ല ആശപ്പെടില്ലേ. അങ്ങനെ ആശപ്പെട്ടെങ്കിൽ അവനക്ക് അതൊക്കെ സമയത്ത് കൂലി ഉണ്ടു. പിന്നെ സ്വർഗത്ത് പോകേണ്ട ഫസ്റ്റ് പോകണമെങ്കിൽ എത്രമാ വർഷം മുന്നൽ പോകേണ്ട പാവത്തങ്ങ. അതുകൊണ്ട് പാവത്തങ്ങ് വലിയ ബഹുമാനം. പിന്നെ ആഖിറത്തിലങ്ങ് ഭയങ്കര ഹിസാബ് കൊറടി. ഹിസാബ് ഭാరీ കൊരടിയങ്ങൾ വിചാരണ ഭാరీ കൊരടിയങ്ങൾ എളുപ്പ വിചാരണകൾ. പിന്നെ ആഖിറത്തിലങ്ങ് ദുഃഖം കൊരടി ഹമ്മും ഓമ്മല്ല അങ്ങ് ഭാరీ കൊരടിയോടെ ആഖിറത്തിൽ. അതുകൊണ്ട് എന്താക്കുന്നു ആ പാവത്തങ്ങളെ പിരിസവയ്ക്കൂറു. പാവത്തങ്ങ എന്തൊരു കൊണ്ടുണ്ട് പാവത്തങ്ങ നിങ്ങൾ ഡാക്ടർ ഇന്ന പോലെ, നിങ്ങളെ ക്ലീൻ ആക്കണങ്ങൾ ഇന്ന പോലെ, പിന്നെ നിങ്ങൾ സഹായ ആക്കണങ്ങളെ പോലെ, പിന്നെ നിങ്ങളെ കാവൽക്കാറാങ്ങ അത്തരമെല്ലാം ആഖിറത്തിൽ നിങ്ങൾ ശുപാർശ ആക്കിടാറ് ഇത്ര സ്വറാക്കിടാറ് പാവത്തങ്ങ. എങ്ങനെ ഡാക്ടർ ചെന്നെങ്കിൽ അങ്ങനെ ഡാക്ടർ അവിടെ എങ്ങനെ അതായത് പൈസ ഇന്ന മനുഷ്യന്മാർ പാവത്തങ്ങ ദാനാക്കി വർത്ത് ദാനക്ക് എന്താടു ദാനാക്കി ലഭിച്ചെന്തല്ലേ ആരെല്ലാം ദാനാക്കിടാറ് ഏത് രോഗത്തുക്ക് മറந்து ಎಂತ അപ്പോൾ ಪಾವತೊಣಗು ದಾನಾಕಿ ಬರ್ತಂದಿತ್ತು ಓಣಗೆ ಬಂಡ ರೋಗ ಎಲ್ಲ ಶಿಫೆ ಆಡು. ರೋಗ ಉಂಡುಂಟೈತೆ ಶಿಫೆ ಆಡು. ರೋಗ ఉండుంటైతే రోగతులు లాంటిదేను రోగ షిఫే ఆడు. ఇని ఇల్లాంటి ಅವನಿಗೆ ರೋಗമേ ഇല്ലാണ്ടൈತೆ ಅವನಿಗೆ ഇന്നത്തെ തടിക്ക് ആഫിയത്ത് യാറാവു. അതുകൊണ്ട് ഒന്നെന്താവു അവನು ഡാക്ടർ ആയിട്ട് കിട. രണ്ടാമതെന്തോ പാവത്തങ്ങ് ദാനാക്കട കൊണ്ട് അല്ലെങ്കിൽ പാവത്തങ്ങളെ പ്രസവിക്കട കൊണ്ട് അവന് ക്ലീൻ ആവിട. അതെങ്ങനെ അവനിಗೆ പാവത്തൊന്ന് ദാനാക്കി ಬರ್ತಿ ಅವನು ದೂವಾರ್ಕಡ. അപ്പം എന്താവു ಒಂದು ದೋಷೆಲ್ಲ ಮಾಫಾಡು ಅತ್ತರೆಮೆಲ್ಲ ಮೂನಾಮത്തെ ಅವನಿಗೆ ಸಹಾಯ ಆಡು. ಮೂನಾಮത്തെ ಎಂದ್ರೇನು ಕಾವಲು ಅವನವರು ಕಾವಲುಗಾರ ಎಂದರೆ ಕಾವಲು ಚೆನ್ನೆ ಓಣಾಕೆ ದಾನಂ ಉಂಡು ಅಲ್ಲಾಹು ಅವನಿಗೆ ಬಂಡ ಎತ್ತರಮಾ ಆಪತ್ತು ಅನಾಹುತ ಸಂಕಷ್ಟ ಸಮಸ್ಯೆಗೆಲ್ಲ ಇಲ್ಲಾಂಟಾಕಿಟ್ಟು ಅದು ಕಾವಲಾಕಡ ಈ ದಾನ ಹಾಕಡದು ಕಾವಲಾಕಡ. അപ്പം മൂന്ന് പിന്നൊന്നെಂದ್ರೆ ಸಹಾಯ ಆಡು. ದಾನ ಹಾಕಡ್ಕೊಂಡು ಎಂದಾಡು ಸಹಾಯ ಎಂದ್ರೆ ಸಹಾಯ ಓಣು ದಾನ ಹಾಕಡ ಮನುಷ್ಯನ್ಮಾರಿಂದ అక్కడ అవును ఓండ బాప మర్చిపోయి బాపమ్మడ పేర్ల అలా పెంగల పేర్ల మూతల పేర్ల അല്ലെങ്കിൽ సంబంధంగల పేర్ల కుటుంబക്കാര പേർല കൊടുക്കട. അപ്പം എന്താടു മറിച്ചങ്ങ് ഭയങ്കര സന്തോലാവിടാറ്. അങ്ങ് ഒരു സഹായಕ್ಕೆ കൂലി ആരെ കൊണ്ട് കായത് പാവത്തോണ്ട കൊണ്ടായോ പാവത്തോണ്ട കൊണ്ട് അതായോ. അതുകൊണ്ട് അങ്ങ് സന്തോലാവിടാറ് അവന് അങ്ങനെ ആവിട. പിന്നെ എന്താടോ ശുപാർശ കിട്ടും. ശുപാർശ നാല് ശുപാർശ കിട്ടും. എന്തുകൊണ്ട് ദാനാക്കട മനുഷ്യന്മാരെ സന്തോലാക്കിടാറ്. മനുഷ്യന്മാരെ സന്തോലാക്കുമ്പോൾ അള്ളാഹ് റസൂൽ സന്തോലാടും. അള്ളാഹ് റസൂൽ സന്തോലാകുമ്പോൾ അള്ളാഹു സന്തോലാവിടും. അതുകൊണ്ട് നന്റെ ശുപാർശ് ഫർദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്താവു ദാനം കൊണ്ട് പാവത്തങ്ങ് ദാനാക്കടത് കൊണ്ട് പാവത്തങ്ങളെ പിരിച്ചുവെക്കുന്നത് കൊണ്ട് ഈ ചെന്ന എല്ലാ ലാഭം കിട്ടും. അതുകൊണ്ട് എന്താക്കൊണ്ടങ്ങ അങ്ങനെ പിരിസവിക്കണം. അങ്ങനെ എപ്പം പിരിസവിക്കണം. കാരണം അള്ളാഹുൻ്റെ സുജന്തല്ലേ വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാന അബ്ദു ഫി ഔനി അഖീഹി. നിങ്ങളെ സഹോദരടോ സഹായാക്കിണ്ട് ഇക്കടെ കൊടുത്തോളൂ. ആക്കിണ്ട് എന്നെങ്കിൽ അള്ളാഹുടെ സഹായം നിങ്ങൾ ഉറപ്പു. അള്ളാഹുടെ സഹായം നിങ്ങോട്ട് ಬೇರೆಂಗು ಸಹಾಯ ಹಾಕಿಂಟು ಇಕ್ಕಡು ഇപ്പോൾ 24 ಗಂಟೆ നിങ്ങൾ ಬೇರೆಂಗು സഹായം നിങ്ങളെ കൊണ്ടായിട്ടുണ്ടു എന്നായിട്ടിക്കണം. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുടെ സഹായം ഉറപ്പു.
എന്ന് ലഭിച്ചെന്ത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ നിലയ്ക്ക് പാവത്തങ്ങളെല്ലാവരും പിരിസവിക്കൂ, അങ്ങനെല്ല സന്തോഷാക്കുന്ന നീ ഇന്നും പഠിച്ച നിൻ്റെ മഹലായ ഫضل കൊണ്ട് മുത്തു ബദരീങ്ങളെ വർക്കത്തുന്ന അഹ്ലുബദ്ര ഫലാൻ നീ പ്രദാനം ചെയ്യുക. അല്ലാഹ് വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.